വിശദമായ വാർത്തകളിലേക്ക്. വർക്കലയിൽ 17-കാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. പള്ളിക്കൽ സ്വദേശി ഗോപുവിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാർ തടിച്ചുകൂടിയതോടെ പ്രതിയെ പുറത്തിറക്കാതെ പോലീസ് മടങ്ങിയിരുന്നു. കോഴിക്കോട് വടകരയിലെ വ്യാപാരിയുടെ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ഫോട്ടോ പുറത്തുവിട്ട് അന്വേഷണ സംഘം. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് വടകര പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിൽ വ്യാപാരിയായ രാജനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട രാജന്റെ ബൈക്ക് ഇതുവരെ കണ്ടെത്താനായില്ല. കൊല നടത്തിയത് ഒരാളാണ് എന്ന നിഗമനത്തിലാണ് പോലീസ്. ഉത്തരമേഖലാ ഡിഐജി രാഹുൽ ആർ നായർ വടകരയിലെത്തി അന്വേഷണ പുരോഗതി വിലയിരുത്തി. വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി റൂറൽ SP ആർ കറുപ്പസ്വാമി പറഞ്ഞു. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ മദ്യപ സംഘം 43-കാരനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ക്രിസ്മസിന്റെ തലേന്നാണ് കൂവപ്പള്ളി സ്വദേശി ജോബിയെ ഒരു സംഘം ആളുകൾ ആക്രമിച്ചത്. പരിക്കേറ്റ ജോബി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ജോബി കാഞ്ഞിരപ്പള്ളി പോലീസിൽ പരാതി നൽകി. കാസർഗോഡ് വെള്ളരിക്കുണ്ടം മങ്കയത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കാറിലുണ്ടായിരുന്ന 5 പേരും രക്ഷപ്പെട്ടു. ഭീമനടി സ്വദേശി ജോബിനും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിനാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേന എത്തി തീ അണച്ചെങ്കിലും കാർ പൂർണ്ണമായും കത്തിയമർന്നു. കാടിറങ്ങുന്ന വന്യത. വയനാട്ടിൽ ജനവാസ കേന്ദ്രങ്ങളിൽ 2 കടുവയുടെ സാന്നിധ്യം. അമ്പലവയൽ കൊച്ചൻകോട് 2 ആടുകളെ കടുവ ആക്രമിച്ചു കൊന്നു. ബത്തേരി വാഗേരി വട്ടത്താനിയിൽ റോഡിലൂടെ പോകുന്ന കടുവയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കടുവയുടെ കാലിന് പരിക്കേറ്റതായാണ് സംശയം. ഒരു ഇടവേളയ്ക്ക് ശേഷം കടുവ ഭീതിയിലാണ് വയനാട്. ജനവാസ കേന്ദ്രങ്ങളിൽ 2 കടുവ ഇറങ്ങിയത്. വാഗേരി ഗാന്ധിനഗറിൽ സ്വകാര്യ തോട്ടത്തിലാണ് കടുവ ഉള്ളത്. കടുവയ്ക്ക് കാലിന് പരിക്കേറ്റതായാണ് സംശയം. രാവിലെ 6 മണിയോടെയാണ് നാട്ടുകാർ കടുവയെ കണ്ടത്. മതിൽ ചാടിക്കടക്കാൻ സാധിക്കാത്ത നിലയിലായിരുന്നു കടുവ. വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അമ്പലവയൽ കൊച്ചൻകോട് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവ 2 ആടുകളെ ആക്രമിച്ച് കൊന്നു തിന്നു. രാവിലെ 7 മണിക്കാനിലെ പണിക്കാരായിട്ട് പോകുമായിരുന്നു. കാപ്പി കറിയാരെയുണ്ട്. ഞാനിങ്ങനെ പോകുമ്പോൾ എവിടെ എത്തിയപ്പം റോഡ് സൈഡിൽ തന്നെ കടുവ കിടക്കുക. അങ്ങനെ ഞാൻ പെട്ടെന്ന് നിർത്തി നോക്കി, ഇതെന്താണ് പെട്ടെന്ന് ചത്തി കിടക്കണ്ടാണെന്ന് നോക്കുമ്പോഴിതിന് അനക്കമുണ്ട്. ഞാൻ ലേശം കൂടെ മുമ്പോട്ട് മാറ്റി നിർത്തിയപ്പോൾ 2 പ്രാവശ്യം മതിലിയാടി കയറാൻ നോക്കി. പക്ഷെ അതിന് കയറാൻ പറ്റുന്നില്ല. പ്രദേശത്ത് വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. തൃശൂരിൽ പരുന്തിന്റെ ആക്രമണത്തിൽ ഇളകിയ തേനീച്ചകളുടെ കുത്തേറ്റ് ഒരാൾ മരിച്ചു. തോണിപ്പാറ സ്വദേശി മണി നായരാണ് മരിച്ചത്. മറ്റ് 7 പേർക്ക് കുത്തേറ്റു. വെട്ടുകാട് ചെമ്പങ്കണ്ടം റോഡിനടുത്തായിരുന്നു തേനീച്ചക്കൂട്. പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. പ്രദേശത്ത് ഭീതി പരത്തുന്ന PT7 എന്ന കാട്ടാനയെ പിടികൂടാനാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. വനംവകുപ്പ് വാഹനം നാട്ടുകാർ തടഞ്ഞു. കാടുകയറാതെ നാട്ടിൽ തമ്പടിച്ച് കാട്ടുകൊമ്പൻ പടയപ്പ. മൂന്നാർ കുറ്റിയാർവാലി റോഡിൽ ഇറങ്ങിയ കാട്ടാന വാഹനങ്ങൾ ആക്രമിച്ചു. വനം വകുപ്പ് വേണ്ട ഇടപെടൽ നടത്തുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് മൂന്നാറിന് സമീപം കുറ്റിയാർവാലിയിൽ കാട്ടുകൊമ്പൻ പടയപ്പ റോഡിലിറങ്ങിയത്. തുടർന്ന് റോഡിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്കരികിലേക്ക് എത്തിയ പടയപ്പ ജീപ്പും ബൈക്കും ആക്രമിച്ചു. നാളുകളായി ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന പടയപ്പയെ കാടുകയറ്റാൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. കഴിഞ്ഞ 18-ന് മൂന്നാർ ദേവികുളത്തെ വീട്ടുമുറ്റത്ത് നിലയുറപ്പിച്ച പടയപ്പയെ ഭയന്ന് ദമ്പതികൾ വീട്ടിനുള്ളിൽ കഴിഞ്ഞുകൂട്ടിയത് മണിക്കൂറുകളാണ്. ദേവികുളം ലാക്കാട് ഫാക്ടറിക്ക് സമീപം താമസിക്കുന്ന മുക്കത്ത് ജോർജ്, ഭാര്യ സിസി എന്നിവർക്കായിരുന്നു ദുരനുഭവം. കാർഷിക വിളകൾ പൂർണ്ണമായും കാട്ടാന നശിപ്പിച്ചിരുന്നു. തോട്ടം മേഖലയിലും ടൗണിലും കാട്ടുകൊമ്പന്റെ ആക്രമണത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. ന്യൂസ് 18 മൂന്നാർ.
ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നടത്തിയ മോക്ക് ഡ്രില്ലിനിടെ പത്തനംതിട്ട മണിമലയാറ്റിൽ അപകടത്തിൽപ്പെട്ട യുവാവിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലൂപ്പാറ പാലത്തിങ്കൽ സ്വദേശി ബിനു സോമനെയാണ് ഗുരുതരാവസ്ഥയിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്രളയക്കെടുതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. വിവിധ വകുപ്പുകളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നടന്ന മോക്ക് ഡ്രില്ലിൽ ബിനു വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട ബിനുവിനെ ഉടൻ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. പുതുവത്സര ആഘോഷത്തിന് കൊച്ചിയിൽ പഴുതടച്ച സുരക്ഷയൊരുക്കി പോലീസ്. ലഹരി ഉപയോഗം തടയാൻ കർശന പരിശോധന ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. സ്വകാര്യ ഹോട്ടലുകളിലെ പുതുവത്സര പാർട്ടികളടക്കം പോലീസിന്റെ നിരീക്ഷണ വലയത്തിൽ ഉണ്ടാകും. ആഘോഷം മതി, ലഹരി വേണ്ട എന്ന സന്ദേശമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. പുതുവത്സരാഘോഷത്തിന് നാടും നഗരവും ഒരുങ്ങുമ്പോൾ ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ വലിയ സജ്ജീകരണങ്ങളാണ് തയ്യാറാകുന്നത്. ലഹരി ഒഴുക്ക് തടയാൻ വാഹന പരിശോധന ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. പിടിക്കപ്പെട്ടാൽ ശക്തമായ നടപടികളാകും ഉണ്ടാകുകയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. സ്ട്രോങ് ആയിട്ടുള്ള ബന്ദോബസ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് സിറ്റിയിലെ. നമ്മുടെ ടോപ്പ് പ്രയോറിറ്റി ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് എതിരായിരിക്കും. പിന്നെ പബ്ലിക്കിലെ ഹൂലിഗനിസം എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനെ ശല്യം ചെയ്യുന്ന പരിപാടി, ഇതിന്റെ എതിരെ ആയിരിക്കും നമ്മുടെ ആക്ഷൻ. അപ്പോൾ ഇത് മാത്രമല്ല, പബ്ലിക് പ്ലേസസ് മാത്രമല്ല, പ്രൈവറ്റ് പ്ലേസസ് ആയിട്ടുള്ള ഹോട്ടൽസും DJ പാർട്ടീസ് പോലെയുള്ള എല്ലാ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. അവർക്ക് നമ്മൾ നോട്ടീസസ് കൊടുക്കുന്നുണ്ട്. അവിടെ ലഹരി പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സർപ്രൈസ് ചെക്കിംഗ് ഉണ്ടാവും. ന്യൂജൻ ലഹരി മരുന്നുകളുടെ ഉപയോഗവും വിപണനവും DJ പാർട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് പ്രത്യേക നിരീക്ഷണമാണ് ഏർപ്പെടുത്തുക. സ്വകാര്യ ഹോട്ടലുകളിലെ പാർട്ടികളിലടക്കം പോലീസിന്റെ സാന്നിധ്യമുണ്ടാകും. മട്ടാഞ്ചേരി പോലത്തെ കാർണിവലുള്ള ഏരിയാസിലെ എല്ലാ ബോർഡർ സീലിംഗ് ചെയ്യും, ബ്രിഡ്ജ് സീലിംഗ് ചെയ്യും, അവിടെ എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യും. അകത്തുള്ള CCTVs കൂടെ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അർദ്ധരാത്രി വരെയാണ് ആഘോഷ പരിപാടികൾക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. ഇത് ലംഘിച്ചാലും നിയമ നടപടി ഉറപ്പാണ്. കൊച്ചിയിലെ പുതുവത്സരാഘോഷങ്ങളിൽ കർശന ജാഗ്രതയാണ് പോലീസ് പുലർത്തുന്നത്. ഇതിനായി കൊച്ചിയിൽ നടത്തുന്ന സ്വകാര്യ പാർട്ടികളടക്കം പോലീസിന്റെ നിരീക്ഷണത്തിലാകും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ നിതിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കോഴിക്കോട് തലയാട് ഭാഗത്തെ വ്യാജ വാറ്റ് കേന്ദ്രങ്ങളിൽ വീണ്ടും എക്സൈസ് പരിശോധന. 2 ടാങ്കുകളിലായി സൂക്ഷിച്ച 800 ലിറ്റർ വാഷ് എക്സൈസ് നശിപ്പിച്ചു. വാറ്റ് ഉപകരണങ്ങൾ കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ തലയാട് 27-ാം മൈലിലെ വാറ്റ് കേന്ദ്രത്തിൽ നിന്ന് 2000 ലിറ്റർ വാഷും 25-ാം മൈലിലെ വാറ്റ് കേന്ദ്രത്തിൽ നിന്ന് 800 ലിറ്റർ വാഷും പിടിച്ചെടുത്ത് നശിപ്പിച്ചിരുന്നു. ശിവഗിരി തീർത്ഥാടനത്തിന് നാളെ തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ശിവഗിരിയിലേക്ക് തീർത്ഥാടകർ വൻതോതിൽ എത്തിത്തുടങ്ങി. നാളെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം നിർവഹിക്കും. ശിവഗിരിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയാകും. രാവിലെ 7:30 ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തിയ ശേഷമാകും ഉദ്ഘാടന സമ്മേളനം നടക്കുക. സ്വാമി സൂക്ഷ്മാനന്ദ, സ്വാമി ശുഭാംഗനന്ദ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. തിരുവനന്തപുരം കരമനയിൽ വാഹന പാർക്കിംഗുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഒരാൾക്ക് കുത്തേറ്റു. നെടുങ്ങാട് സ്വദേശി നന്ദുവിനാണ് കുത്തേറ്റത്. സംഭവത്തിൽ പ്രദേശവാസിയായ സെന്തിലിനെ കരമന പോലീസ് അറസ്റ്റ് ചെയ്തു. വീണ്ടും വാർത്തകളിലേക്ക്. മലപ്പുറം പുത്തനത്താണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. രണ്ടാലിന്റെയും പാറക്കല്ലിന്റെയും ഇടയിലായിരുന്നു അപകടം. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. തൂവക്കാട് സ്വദേശി മുബാരിസ്, പുല്ലൂർ സ്വദേശി സൽമാൻ ഫാരിസ് എന്നിവരാണ് മരിച്ചത്. അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന പല KSRTC ബസ്സുകളും വഴിയിൽ തകരാറിലാകുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിന് പോയ യാത്രക്കാർ ബസ് തകരാറിലായി ബന്ദിപ്പൂർ വനത്തിൽ കുടുങ്ങിയത് മണിക്കൂറുകളോളമാണ്. പഴക്കമുള്ള ബസ്സുകൾ അടിയന്തരമായി മാറ്റണം എന്ന ആവശ്യം ഉന്നയിച്ച് യൂണിയനുകളും രംഗത്തെത്തി. കോഴിക്കോട് രാത്രി 11 മണിക്ക് പുറപ്പെട്ട ബസ്സാണ്. കോഴിക്കോട് 11 മണിക്ക് എയർ ബസ് ആയിരുന്നു. അത് മാനന്തവാടി ബസ് കംപ്ലൈന്റ് ചെയ്തിട്ട് അവിടുന്ന് ബത്തേരിക്ക് വേറെ ബസ്സിൽ വന്നു. അവിടെ 2 മണിക്കൂർ കിടന്നതിന് ശേഷം ബത്തേരിയിൽ നിന്ന് വണ്ടി ഇട്ടപ്പോൾ തന്നെ കംപ്ലൈന്റ് ആണ്. ബസ്സിന്റെ യാത്രക്കാരും ഡ്രൈവറും പറഞ്ഞിട്ടുണ്ട് വണ്ടി കംപ്ലൈന്റ്. അപ്പോൾ അവിടുത്തെ ബത്തേരിയിൽ ഉദ്യോഗസ്ഥ വണ്ടിയിലെടുത്ത് പോകാൻ പറഞ്ഞു. ക്ലച്ച് കംപ്ലൈന്റ് ആയ വണ്ടി എടുത്തവരെ കാട്ടിലൂടെ പോകുന്നുണ്ട്. ബാംഗ്ലൂർക്ക് ബസ്സാണ്. തീരെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനാണ്. ആളുകൾ ജീവിതത്തിലിപ്പോൾ 8 മണിക്ക് ബാംഗ്ലൂർ എത്തുന്ന ബസ്സാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്ക് കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് യാത്ര ചെയ്ത ബസ്സിലുള്ളവർ അക്ഷരാർത്ഥത്തിൽ വലഞ്ഞു.
ഇവർ സഞ്ചരിച്ചിരുന്ന എയർ ബസ് തകരാറാവുകയായിരുന്നു. ഇതോടെ കൊടുംവനത്തിൽ യാത്രക്കാർ മണിക്കൂറുകളോളം കുടുങ്ങി. ബത്തേരി ഡിപ്പോയിൽ നിന്ന് ആകെ 3 സർവീസാണ് ഇതര സംസ്ഥാനത്തേക്കുള്ളത്. മറ്റുള്ളവ വിവിധ ജില്ലകളിൽ നിന്ന് വന്നുപോകുന്നവയാണ്. ഇവയിൽ അധികവും കാലപ്പഴക്കം ചെന്നതാണെന്നാണ് പരാതി. ഇടയ്ക്ക് വഴിയിൽ കുടുങ്ങുന്നതും പതിവാണ്. ബീഡിയായിട്ട് പകരം നൽകിയ ബസ്സും അതും കംപ്ലൈൻ്റ് ആയ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. യാത്രക്കാരെ വളരെയേറെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ഇതിന് കാരണം എന്ന് പറയുന്നത് ജീവനക്കാരെ പഴിചാരിയിട്ട് കാര്യമില്ല. ഇതിനകത്ത് പുതിയ ബസ്സുകൾ ഇറക്കിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഇതിന് മുന്നിലുള്ളൂ. പുതിയ ബസ്സുകൾ ഇറക്കുക. ബസ്സുകൾ ഇറക്കില്ല. 15 വർഷം പഴക്കമുള്ള ബസ് കൊണ്ടുവച്ചുകൊണ്ടാണ് KSRTC ഇപ്പോഴും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഴയ ബസ്സുകൾ മാറ്റി അന്തർസംസ്ഥാന സർവീസിനായി പുതിയ ബസ്സുകൾ നൽകണമെന്നാണ് യൂണിയനുകൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. കാലങ്ങൾ കുറയായിട്ടും ഇതിൽ നടപടിയില്ല. പുതിയ ബസ്സുകൾ ഉപയോഗിച്ച് സർവീസ് നടത്താൻ കോർപ്പറേഷൻ താൽപര്യമെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഇതോടെ പെരുവഴിയിലാകുന്നത് യാത്രക്കാരാണ്. ന്യൂസ് 18 വയനാട്. ആലപ്പുഴയിൽ ഹൌസ് ബോട്ട് മുങ്ങി ഒരു മരണം. ആന്ധ്രാപ്രദേശ് സ്വദേശി രാമചന്ദ്ര റെഡ്ഡിയാണ് മരിച്ചത്. ഒരു ജീവനക്കാരൻ അടക്കം 4 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാമചന്ദ്ര റെഡ്ഡിയുടെ മകൻ രാജേഷ് റെഡ്ഡി, ബന്ധുക്കളായ നരേന്ദർ, നരേഷ്, ബോട്ട് ജീവനക്കാരൻ സുനന്ദൻ എന്നിവരാണ് ചികിത്സയിലുള്ളത്. ചുങ്കം കന്നിട്ട ബോട്ട് ജെട്ടിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന വൈറ്റ് ഓർക്കിഡ് എന്ന ഹൌസ് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ യാത്ര കഴിഞ്ഞ് സംഘം രാത്രി ബോട്ടിൽ തന്നെ കഴിയുകയായിരുന്നു. പുലർച്ചെ ബോട്ട് മുങ്ങുന്നത് സമീപത്തെ ബോട്ട് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ബോട്ടിന്റെ അടിത്തട്ടിലെ പലക തകർന്ന് വെള്ളം കയറി എന്നാണ് പ്രാഥമിക നിഗമനം. കുതിരപ്പത്തി സ്വദേശി മിൽട്ടന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ടാണ് ഇത്. ലഹരിമുക്ത നാളേക്കായി കൈകോർക്കാം എന്ന സന്ദേശവുമായി കൊല്ലം AKM പോളിടെക്നിക് കോളേജിലെ NSS ടീം സപ്തദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ദിശ 2022 എന്ന സപ്തദിന ക്യാമ്പിന്റെ സമാപന ചടങ്ങ് ദ്രോണാചാര്യ അവാർഡ് ജേതാവായ ബോക്സിംഗ് കോച്ച് ചന്ദ്രലാൽ D ഉദ്ഘാടനം നിർവഹിച്ചു. NSS പ്രോഗ്രാം കോർഡിനേറ്റർ സേതു മോഹൻ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചു. ബഹുമാനിച്ചില്ല എന്ന കാരണത്താൽ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരനോട് അതിക്രമം കാണിച്ച ചേരാനെല്ലൂർ CI കൂടുതൽ പ്രതികാര നടപടികൾ കൈക്കൊള്ളുന്നതായി ആരോപണം. CIയുടെ അതിക്രമങ്ങൾ വെളിവാക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതിനു ശേഷം കടയിൽ പോലീസുമായെത്തി പരിശോധനകൾ നടത്തി എന്നാണ് പരാതി. സംഭവത്തെക്കുറിച്ച് വകുപ്പ് തല പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ചേരാനെല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപമുള്ള ജ്യൂസ് കടയ്ക്ക് സമീപം സ്വകാര്യ വാഹനത്തിലെത്തി മഫ്തിയിൽ CI ഫോൺ മുഴക്കിയത്. CIയെ മനസ്സിലാവാത്തതിനാൽ ജീവനക്കാരൻ പുറത്തേക്കിറങ്ങിയില്ല. തുടർന്നാണ് കാസർഗോഡ് സ്വദേശിയായ ജീവനക്കാരനെ കഴുത്തിന് പിടിച്ച് പുറത്തിറക്കി സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. 3 മണിക്കൂറോളം സ്റ്റേഷനിൽ ഇരുത്തിയ ശേഷം പെറ്റി കേസ് ചുമത്തി വിട്ടയച്ചു. സംഭവം വിവാദമായതോടെ കടയിൽ പോലീസ് സംഘവുമായി എത്തി വീണ്ടും CI പരിശോധന നടത്തി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്ന് വ്യക്തമാക്കിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. പോലീസിന്റെ പ്രതികാര നടപടികളാണ് പരിശോധനയ്ക്ക് പിന്നിലെന്ന് കടയുടമകൾ. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞായിരുന്നു. CI പുറത്തേക്ക് ഇറങ്ങിയില്ല. 2 കോൺസ്റ്റബിളാണ് വന്ന് ഇറങ്ങിയിട്ട് അന്വേഷിച്ചെന്നൊക്കെയാണ് കേട്ടത്. ഇവിടെ വന്നിട്ടൊന്നും കണ്ടെത്തിയില്ലല്ലോ. ഇല്ല, ഒന്നും കണ്ടിട്ടില്ല. നമ്മുടെ കടപ്പുറത്തായിരുന്നു. അതിപ്പോൾ ഒരു 6-7 മാസമായിട്ടുള്ളൂ നമ്മൾ ഇങ്ങോട്ട് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് തട്ടിക്കൂട്ടി ഒന്ന് സെറ്റപ്പ് ചെയ്തായിട്ട് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറേ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ട അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ വരാറുണ്ട്. നമ്മൾ പരിചയക്കാരാണ്, ഇല്ലെന്നൊന്നും പറയണമെന്നില്ല. പക്ഷെ എന്നാലും പണിക്കാർക്ക് അറിയണമെന്നില്ലല്ലോ. അത് തെറ്റിദ്ധാരണയിൽ എന്തോ വന്നതാണ്. ഗൾഫിൽ നിന്നും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ 3 സുഹൃത്തുക്കൾ ചേർന്ന് 5 വർഷം മുമ്പാണ് ജ്യൂസ് കട ആരംഭിച്ചത്. കോവിഡ് മൂലം കച്ചവടം കനത്ത നഷ്ടത്തിലായി. പിന്നാലെ ദേശീയപാതയ്ക്കായി കടയടക്കം സ്ഥലം ഏറ്റെടുത്തു. തുടർന്ന് താൽക്കാലിക സംവിധാനത്തിലാണ് നിലവിലെ കച്ചവടം. ഹോട്ടൽ നിർമ്മാണത്തിനായി മേൽക്കൂരയടക്കം സ്ഥാപിച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം ഒരടി മുന്നോട്ടു പോകാനാവാത്ത അവസ്ഥയാണ്. ഇതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ പീഡനങ്ങളെന്നും ഇവർ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. കലോത്സവത്തിനൊരുങ്ങി കോഴിക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട് ഒരുങ്ങി. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് 31-ന് കോഴിക്കോടെത്തും. കലോത്സവ നടത്തിപ്പിനായി ഇത്തവണ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. A ഗ്രേഡ് നേടുന്നവർക്ക് സ്കോളർഷിപ്പ് നൽകാൻ ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് ഇനി 5 നാൾ. ജനുവരി 3-ന് രാവിലെ 8:30-ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി പതാക ഉയർത്തും. 10-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതോടെ കലോത്സവത്തിന് ഔദ്യോഗിക തുടക്കം. 8ാം തവണ കോഴിക്കോട്ടെത്തുന്ന മേള അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കങ്ങളാണ് എങ്ങും. നഗരത്തിലെ 20 സ്കൂളുകളിലാണ് കോഴിക്കോട്ടെത്തുന്ന കലാപ്രതിഭകൾക്കുള്ള താമസം.
കലോത്സവ വണ്ടി എന്ന പേരിൽ 30 വാഹനങ്ങൾ മത്സരാർത്ഥികളെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഉണ്ടാവും. 2-ാം തീയതി കോഴിക്കോട്ട് തീവണ്ടി ഇറങ്ങുന്ന ആദ്യ സംഘത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്വീകരിക്കും. 61ാമത് കലോത്സവത്തിന്റെ സ്വാഗതഗാനം തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ നൃത്താവിഷ്കരണം ഒരുക്കിയിട്ടുണ്ട്. വിശിഷ്ടാതിഥികൾക്ക് നൽകാനുള്ള ബൊക്കകൾ ക്രാഫ്റ്റ് അധ്യാപകർ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെ കലോത്സവത്തിലെത്തുന്ന കുട്ടികളെയും വിശിഷ്ട വ്യക്തികളെയും സ്വീകരിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 24 വേദികളിലെ 239 മത്സര വിഭാഗങ്ങളിലായി 14,000-ഓളം വിദ്യാർത്ഥികൾ മേളയിലെത്തും. വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയാണ് പ്രധാന വേദി. ഭക്ഷണ വിതരണം മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ്. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാവും കലോത്സവം നടക്കുക. മാസ്കും സാനിറ്റൈസറും നിർബന്ധമാക്കിയിട്ടുണ്ട്. സ്വർണ്ണക്കപ്പ് 31-ന് പാലക്കാട്ട് നിന്ന് കോഴിക്കോട്ടെത്തിക്കും. ജില്ലാ അതിർത്തിയായ രാമനാട്ടുകരയിൽ സ്വർണ്ണക്കപ്പിന് സ്വീകരണമുണ്ടാവും. കപ്പുമായുള്ള ഘോഷയാത്ര കോഴിക്കോട്ടെത്തുന്നതോടെ നഗരം രാപ്പകൽ ഭേദമില്ലാത്ത ഉത്സവ ലഹരിയിൽ അമരും. ന്യൂസ് 18 കോഴിക്കോട്. അരനൂറ്റാണ്ടിന്റെ കലോത്സവ ചരിത്രം പറയുന്ന എൻസൈക്ലോപീഡിയ തയ്യാറാക്കിയ ഒരാളുണ്ട് കോഴിക്കോട്. ഇതുവരെ നടന്ന കലോത്സവങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ ഒന്നും സർക്കാരിന്റെ പക്കൽ ഇല്ല എങ്കിലും കുതിരവട്ടം സ്വദേശിയായ അനൂപിന്റെ ഗ്രന്ഥത്തിലുണ്ട്. കുതിരവട്ടം സ്വദേശി അനൂപ് ജിയുടെ 1.5 വർഷത്തെ കഠിന പ്രയത്നമാണ് 1087 പേജുള്ള ഈ ഗ്രന്ഥം. 1957 മുതൽ 2010 വരെയുള്ള 53 വർഷത്തെ കലോത്സവ ചരിത്രം. ലാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. വിദ്യാഭ്യാസ വകുപ്പിലില്ലാത്ത വിവരങ്ങളും കണക്കുകളും ശേഖരിച്ച് തയ്യാറാക്കിയ ആദ്യത്തെ കലോത്സവ എൻസൈക്ലോപീഡിയ. പതിനാല് ജില്ലകളിലൂടെയും സഞ്ചരിച്ച് ശേഖരിച്ച വിവരങ്ങളും തിരുവനന്തപുരം സെൻട്രൽ ലൈബ്രറിയിലെ ആർക്കൈവ്സിലുള്ള പത്രവാർത്തകളിൽ നിന്നെടുത്ത വിവരങ്ങളും ചേർത്താണ് സാമൂഹ്യ പ്രവർത്തകനായ അനൂപ് പുസ്തകമിറക്കിയത്. കേരളത്തിലെ ഒരുവിധം എല്ലാ ജില്ലകളിലെയും സ്കൂളുകൾ, സംഘാടകർ, ലൈബ്രറികൾ ഒക്കെ അലഞ്ഞു നടന്നിട്ടാണ് 1.5 വർഷം കൊണ്ട് ഇങ്ങനൊരു ചരിത്രം കമ്പൈൽ ചെയ്തെടുത്തത്. ഇത്ര മഹത്തരമായിട്ടുള്ളൊരു മേളയുടെ ചരിത്രം അങ്ങനെ ഒരു വിസ്മൃതിയിൽ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് അത് ഡോക്യുമെന്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഡിജിറ്റൽ ആർക്കൈവ്സുകളിൽ ഒന്നുമില്ലാത്ത കാലത്തിന്റെ ചിത്രങ്ങൾ ചേർത്തുള്ള കലോത്സവ ചരിത്രം പറയുന്ന ഗ്രന്ഥം. 2010 ശേഷമുള്ള കലോത്സവ വിശേഷങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് ഗ്രന്ഥത്തിന്റെ പുതിയ എഡിഷൻ ഇറക്കാനുള്ള ശ്രമത്തിലാണ് പ്രസാധകൻ കൂടിയായ അനൂപ് ജി. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കോതമംഗലത്ത് കാട്ടാന ശല്യത്തിനെതിരെ പ്രതിഷേധം. നീണ്ടൻപാറ, ചെമ്പൻകുഴി, കരിമണൽ പ്രദേശവാസികൾ നഗരംപാറ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നീണ്ടപാറ കവലയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരംപാറ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ കവളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജിൻ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സന്ധ്യ ജേസൺ അധ്യക്ഷത വഹിച്ചു. ബഫർ സോൺ ഉൾപ്പെടെയുള്ള ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് UDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡീൻ കുര്യാക്കോസ് MP ജില്ലയിൽ ഉടനീളം പദയാത്ര നടത്തും. ജനുവരി 13-ന് കുമിളിയിൽ ആരംഭിക്കുന്ന പദയാത്ര 23-ന് അടിമാലിയിൽ സമാപിക്കും. ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത് എന്ന് UDF നേതാക്കൾ ആരോപിച്ചു. വന്യമൃഗശല്യത്തിൽ നിന്ന് കർഷകർക്ക് സംരക്ഷണം നൽകുക, നാണ്യവിളകളുടെ വിലയിടിവ് തടയുക തുടങ്ങിയ ആവശ്യങ്ങളും പദയാത്രയിൽ ഉയർത്തും. ബഫർ സോണിൽ ഉൾപ്പെട്ട സർവേ നമ്പറുകൾ ചേർത്ത മാപ്പിലും ആശയക്കുഴപ്പം. സൈലന്റ് വാലിക്ക് പകരം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ ഭൂപടം നൽകിയിരുന്നത് പിന്നീട് തിരുത്തി. പുതുക്കിയ ഭൂപടത്തിൽ നിന്ന് മണ്ണാർക്കാട് നഗരസഭയെ ഒഴിവാക്കി. ബഫർ സോൺ ആശയക്കുഴപ്പം തുടരുന്നതിനിടെയാണ് സർവേ നമ്പർ ഉൾപ്പെടെ ഭൂപടം പ്രസിദ്ധീകരിച്ചത്. 2021-ൽ കേന്ദ്രത്തിന് നൽകിയ സീറോ ബഫർ സോൺ റിപ്പോർട്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഭൂപടം പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ ഭൂപടത്തിൽ സർവേ നമ്പർ കൂടി ചേർത്തതാണ് പുതിയ ഭൂപടം. സർവേ നമ്പർ നോക്കി ജനവാസ കേന്ദ്രങ്ങൾ ബഫർ സോണിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമായി അറിയുകയാണ് ലക്ഷ്യം. പക്ഷേ പുതിയ ഭൂപടം
ആശയക്കുഴപ്പം തീർക്കുന്നില്ല. ഭൂപടത്തിൽ മാർക്ക് ചെയ്ത ഒരേ സർവേ നമ്പറിലെ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങൾ ബഫർ സോണിനകത്തുള്ളപ്പോൾ ചിലത് പുറത്താണ്. വിമർശനങ്ങൾ ഉണ്ടായതിനു പിന്നാലെ ചിലത് ഭൂപടത്തിൽ തിരുത്തി. സൈലന്റ് വാലിയുടെ മാപ്പ് ശരിയായി അപ്ലോഡ് ചെയ്തു. നേരത്തെ സൈലന്റ് വാലിക്ക് പകരം നൽകിയിരുന്നത് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന്റെ ഭൂപടമായിരുന്നു. നേരത്തെ പ്രസിദ്ധീകരിച്ച മാപ്പുകളിൽ മണ്ണാർക്കാട് ബഫർ സോൺ പരിധിയിൽ വന്നത് പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. എന്നാൽ പുതിയ മാപ്പിൽ മണ്ണാർക്കാട് നഗരസഭയിലെ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. ഭൂപടത്തിന്മേലുള്ള പരാതികളിൽ അതിവേഗം പരിശോധന പൂർത്തിയാക്കി സുപ്രീംകോടതിക്ക് റിപ്പോർട്ട് നൽകുകയാണ് സംസ്ഥാനത്തിനു മുന്നിലെ പ്രധാന വെല്ലുവിളി. പ്രസിദ്ധീകരിച്ച ഭൂപടത്തിൽ പരാതി നൽകാനുള്ള അവസാന തീയതി ജനുവരി 7. ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.